അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയ അധ്യക്ഷ സൈനബ ടീച്ചർ, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ, വെടറിപ്പോകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിച്ചു പോകാനുള്ള ഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസിനിയുടെ സൽഗുണങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മളെല്ലാവരും വിശ്വാസിനികളാണ്. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറെടുപ്പ് നടത്തുന്നവരാണ് നമ്മൾ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ള മനുഷ്യരെ പോലെ ആകാൻ സാധ്യമല്ല. നമുക്ക് തീർച്ചയായും ആ വിശ്വാസത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും എല്ലാം തന്നെ പ്രകടമായിരിക്കേണ്ടതുണ്ട്. അതിന് നിർബന്ധമായും നമ്മൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നവരാകേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, വഅതിഉല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുക, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്നുള്ളതാണ്. എന്നിട്ട് സൂറത്ത് അൻഫാലിൽ അള്ളാഹു ഇപ്രകാരം പറഞ്ഞ ശേഷം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, വിശ്വാസികളുടെ ഒരു യോഗ്യത എന്താണ് എന്ന് കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസികൾ എന്ന് പറയുന്നത്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. വിശ്വാസികൾക്ക് പ്രത്യേകമായി ഉണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമേ സൽഗുണങ്ങളെ നമുക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയമായും വിശ്വാസികൾ എന്ന് പറയുന്നത് അവരാരാണ്? അവരോട് അള്ളാഹുവെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവെ കുറിച്ച് അവർ സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും. ഹൃദയത്തിൽ ഭയപ്പാടുകൾ ഉണ്ടായിരിക്കും, പേടിയുണ്ടായിരിക്കും. തെറ്റുകളിൽ നിന്നും പിന്മാറുവാനും നന്മകൾ ചെയ്യുവാനും അവർക്കുള്ളിൽ താല്പര്യം ജനിക്കും. ഭയം കൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അവർ നന്മ ചെയ്യുന്നവരും തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നവരുമായിരിക്കും. മാത്രമല്ല, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും. ദുനിയാവിലെ കാര്യങ്ങളിൽ അവർക്ക് ഭയപ്പാടുകൾ ഉണ്ടായിരിക്കുകയില്ല. തൻ്റെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും നഷ്ടങ്ങളോ കഷ്ടങ്ങളോ സംഭവിക്കുമോ എന്നോർത്തുള്ള വേവലാതിയും ആവലാതിയുമല്ല ഒരു വിശ്വാസിനിയെ നയിക്കേണ്ടത്. അക്കാര്യത്തിൽ അവർ അള്ളാഹുവെ തവക്കുൽ ചെയ്യുന്നവരാണ്, ഭയപ്പാടുകൾ ഏതുമില്ലാത്തവരാണ്. ഇനി വിശ്വാസികളുടെ മറ്റൊരു ക്വാളിറ്റി പറഞ്ഞു തന്നത് അല്ലദീന യുഖീമൂനസ്സലാഹ്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അതവരുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ്. കൃത്യമായിട്ട് നമസ്കരിക്കും. ആ നമസ്കരിക്കുന്നതിൻ്റെ എല്ലാ നന്മകളും അവരിൽ പ്രകടമായിരിക്കും. നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ നന്മ എന്താണ്? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. 5 നേരവും അള്ളാഹുവിൻ്റെ മുൻപിൽ നമസ്കരിക്കുന്നവരുടെ മനസ്സിൽ തിന്മകളോ ചീത്ത വികാരങ്ങളോ കുടികൊള്ളുകയില്ല. അതിനെ മറികടക്കുവാനുള്ള ആർജവവും ഉൾക്കരുത്തും നേടിയെടുക്കുന്നവരാണ് കൃത്യമായിട്ട് നമസ്കരിക്കുന്നവർ എന്ന് പറയുന്നത്. തെറ്റുകളിലേക്ക് അവർ വഴുതി വീണു പോവുകയില്ല. കൃത്യമായി അവർ നമസ്കരിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, പിന്നീട് അവരുടെ ഏറ്റവും നല്ല യോഗ്യത, വിശ്വാസികളുടെ ഏറ്റവും നല്ല യോഗ്യത, അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുകയും ചെയ്യുമെന്നാണ്. നമസ്കാരത്തിൻ്റെ നന്മകൾ പ്രകടമാവുകയും നൽകിയതിൽ നിന്നും ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടുള്ള ബാധ്യതയാണ് നമസ്കാരം.
അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ നന്മകൾ നമ്മളിൽ പ്രകടമാകുന്നു. മനുഷ്യരോടുള്ള ബാധ്യതയാണ് അവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അതും അവർ നിർവഹിക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ ഇത്തരം ചില നന്മകൾ കുടികൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും നല്ലൊരു വിശ്വാസിനിയാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഇവിടെ ഇങ്ങനെ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു ഇന്നാലിന്നത് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇന്നാലിന്നത് നമ്മളോട് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മാറ്റം സാധ്യമാകുന്ന മനസ്സ് അത് നമുക്കുണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം. ആ ഒരു മാറ്റം സാധ്യമാകണമെങ്കിൽ നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവരും അതേപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നന്നാക്കി അവർക്കിടയിൽ ദാനധർമ്മങ്ങളൊക്കെ നിർവഹിച്ച് നന്മയോടെ ജീവിക്കുന്നവരുമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത് വിശ്വാസിയുടെ യോഗ്യതയുടെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, ഇവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നത്. ഈ ഒരു നിലപാടെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തും വരിസ്ഖുൻ കരീം. ഇത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ ഉപജീവനമുണ്ട്, പാപമോചനമുണ്ട് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദറജയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ദറജയിലേക്ക് എത്തിപ്പെടുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇത്തരം രൂപത്തിൽ മനസ്സും ജീവിതവും ഒരുക്കിയെടുത്ത മനുഷ്യരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. ഈ രൂപത്തിലുള്ള വിശ്വാസികളുടെ ഒരു യോഗ്യത, അള്ളാഹു നാളെ സ്വർഗത്തിൽ എന്തായിരിക്കും അവരുടെ പദവി? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ആകാശത്ത് ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കാണും പോലെ ഇങ്ങനെയുള്ള വിശ്വാസികളെ സ്വർഗവാസികൾ ഇങ്ങനെ നോക്കിക്കാണുമെന്നാണ്. അത്രത്തോളം സ്വർഗത്തിൽ അവർ ആദരിക്കപ്പെടുമെന്നാണ്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അതൊക്കെ അമ്പിയാക്കന്മാർക്ക് അല്ലെങ്കിൽ അത്തരം ദറജകളിലേക്ക് ഭൂമിയിൽ നിന്നും ജീവിതം ചിട്ടപ്പെടുത്തിയ ആളുകൾക്ക് ലഭിക്കപ്പെടുന്ന ദറജകളല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം, ഇത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും നേടിയെടുക്കാൻ കഴിയുന്ന പദവിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണം നമ്മളിൽ പ്രകടമാകുന്നുണ്ടോ? നമ്മളൊക്കെ ഒരു വിശ്വാസിനിയുടെ സൽഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ സമാധാനമടയുന്ന ഒരു മനസ്സ്. അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ സ്വർഗമാഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ സമാധാനം ലഭിക്കപ്പെടുന്ന ഒരു മനസ്സ്, ഏത് നിസ്സഹായാവസ്ഥയിലും എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന അകൃത്യമായ ബോധ്യത്തോടു കൂടിയിട്ട് സമാധാനം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യും പടച്ചവനെ? ഏതെല്ലാം കഷ്ടപ്പാടുകളെ ഞാൻ തരണം ചെയ്യേണ്ടതുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നോർത്തുകൊണ്ടുള്ള ഒരങ്കലാപ്പം വിശ്വാസിയിൽ ഉണ്ടാവുകയില്ല. നാളെ സ്വർഗം അനുഭവിക്കാൻ സാധ്യതയുള്ളവരുടെ ജീവിതത്തിലുണ്ടല്ലോ ദുനിയാവിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണും. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ പരമമായ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നവരുടെ ജീവിതത്തിൽ ഭൂമിയിൽ ചില ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് മറ്റാർക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്കല്ല അത് കണ്ടെത്താൻ കഴിയുക. എന്നെക്കുറിച്ച് എനിക്കാണ് കണ്ടെത്താൻ കഴിയുക. നമുക്ക് ഓരോരുത്തരെ കുറിച്ചും സ്വയമാണത് കണ്ടെത്താൻ കഴിയുക. അവർക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ ആ സമാധാനം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് സമാധാനിക്കാൻ കഴിയണം. നമുക്കറിയാലോ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കേട്ടിട്ടുണ്ട്. അബൂ സലമ റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഇനിയും ജീവിതം മുന്നോട്ട് അധികമൊന്നുമില്ല എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ഉമ്മു സലമ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും ഇപ്രകാരം കേട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും വല്ല പ്രയാസവും നേരിടുന്ന ഘട്ടത്തിൽ, വല്ല ആപത്തും നേരിടുന്ന ഘട്ടത്തിൽ ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞാൽ ആ മനുഷ്യന് സമാധാനം ലഭിക്കപ്പെടുമെന്ന് മാത്രമല്ല, ദുനിയാവിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും മുക്തി ലഭിക്കപ്പെടുകയും അതിനേക്കാളും നല്ലൊരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അബൂ സലമ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താ നമുക്കറിയാം. ഒരാപത്ത് നേരിടുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണം.
കൃത്യമായ വിശ്വാസത്തോടെ ഇന്നാലില്ല, ഞങ്ങൾ അല്ലാഹുവിൻ്റെ അധീനതയില്ല, ഞങ്ങളിൽ ഇന്ന് സംഭവിച്ച ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതിനെ ഒരു മനുഷ്യനും മറികടക്കാൻ കഴിയില്ല. ഒരു ശക്തിക്കും നമ്മളെ അതിൽ നിന്നും മറികടത്തി കളയാനും സാധ്യമല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി അവനിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാ. ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കേണ്ടവരല്ല നമ്മൾ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാ. എന്നിട്ട് ഇപ്രകാരം ദുആ ചെയ്യണം, അല്ലാഹു മുജുർനി ഫീ മുസീബത്തി. അല്ലാഹുവേ, എനിക്ക് നേരിട്ട ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ എന്ന്. എന്നിട്ട് വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും ഉത്തമമായ ഒരു അവസ്ഥ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് ദുആ ചെയ്താൽ തീർച്ചയായും നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നമുക്ക് മോചനം, മുക്തി ലഭിക്കപ്പെടും എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാ, അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം സംഭവിച്ച ഘട്ടത്തിൽ അതിനേക്കാളും വലിയ ഒരു സങ്കടം ഒരു സ്ത്രീ എന്ന നിലക്ക് അവർക്ക് അനുഭവിക്കാനില്ല. ജീവിതത്തിൽ വലിയ ഒരു വേർപാടിന് ശേഷം കണ്ടുമുട്ടി ആ ദാമ്പത്യത്തിൻ്റെ സുഖസന്തോഷങ്ങളെല്ലാം അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ വേർപാടുണ്ടാകുന്നത്. ആ സമയത്ത് അവർ ഓർത്തെടുക്കുകയാണ് തൻ്റെ പ്രിയതമൻ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നും പഠിപ്പിച്ച ആ കാര്യത്തെ. ആ സമയത്ത് അവർ ഓർക്കുന്നുണ്ട്, എങ്ങനെയാണ് അബൂസലമയെക്കാളും നല്ല ഒരു ഇണയെ, അല്ലെങ്കിൽ അബൂസലമയുടെ കൂടെയുള്ള ജീവിതത്തെക്കാളും നല്ലൊരു ജീവിതം ഇനി എനിക്കെങ്ങനെ ലഭിക്കപ്പെടാനാണ് എന്ന്. പക്ഷെ അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനത്തെ കൃത്യമായി പ്രാവർത്തികമാക്കിയപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇണയായി കടന്നു വരികയും ഏറ്റവും ഉത്തമമായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പദവിയിലേക്ക് അവർ എത്തിപ്പെടുകയും ലോകം എന്നും സ്മരിക്കപ്പെടുന്ന ഒരു ഉത്തമ വനിത, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായി നമ്മൾ അവരെ എന്നും ഓർക്കുകയും ചെയ്യുന്നു എന്നത് ചരിത്ര സാക്ഷ്യമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം. ഇത്തരം നിസ്സഹായാവസ്ഥയിൽ അല്ലാഹുവിൻ്റെ സഹായത്തെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ശാന്തമായ മനസ്സ് നമുക്കുണ്ടോ? അല്ലാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ സമാധാനം അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാകുന്നത്. മുന്നോട്ട് നോക്കിയാൽ മുഴുവനും തടസ്സങ്ങളാണ്, എല്ലാം ബുദ്ധിമുട്ടുകളാണ്. അവിടെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുമ്പോൾ, അള്ളാഹുവോടാണ്ട് കാര്യം പറയുമ്പോൾ, പടച്ചോനുണ്ടല്ലോ എനിക്ക്, ഞാനൊരു പേടിക്കണ്ട എന്ന ശാന്തത ലഭിക്കുന്നുണ്ടോ? ശത്രുവിൻ്റെ വാൾത്തലപ്പിൽ പോലും ഭയപ്പെടാതെ ഹൃദയത്തിന് സമാധാനം അനുഭവിക്കുന്നവര് നാളെ സ്വർഗം അനുഭവിക്കാനുള്ളവരാണെന്ന് മനസ്സിലാക്കുക. ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം. അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവർക്ക് അതിൻ്റെ ഇടയിലും അനുഭവിക്കുന്ന സമാധാനം അവർക്ക് നൽകുന്നത് വിശ്വാസത്തിലുള്ള വർധനവാണ്. വിശ്വാസത്തിന് മേൽ വിശ്വാസം അവർക്ക് ലഭിക്കപ്പെടും എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കപ്പെടുന്ന ആ ഒരു സമാധാനം കൃത്യമായി നമ്മൾ അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു വിശ്വാസിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, എൻ്റെ അടിമക്ക് ഞാനൊരു ബുദ്ധിമുട്ട് നൽകി. കൃത്യമായി നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മളൊക്കെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട സൽഗുണം, അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട സൽഗുണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അള്ളാഹു പറയുന്നു, എൻ്റെ അടിമക്ക് ഞാനൊരു ബുദ്ധിമുട്ട് നൽകി, എന്നിട്ട് അവൻ അതിൽ പരാതിപ്പെട്ടില്ല, എന്നെ കുറ്റം പറഞ്ഞില്ല. നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്ത് ബുദ്ധിമുട്ട് നേരിട്ടാലും നമുക്ക് പരാതിയാണ്. ചെറുതും വലുതുമായ ഏതൊരു പ്രശ്നത്തിലും നമ്മളെങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, എന്തൊരു പ്രയാസമാണ്, ഇതെങ്ങനെ സഹിക്കും ഞാനിത്, എങ്ങനെ ഞാനിതിനെ അതിജീവിക്കും, അല്ലേ? നമ്മളൊരു കാര്യത്തിൽ ഇങ്ങോട്ട് ഇടപെടുമ്പോൾ മറ്റുള്ളവരുടെ സഹകരണം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചുറ്റുപാടുകളെ നമ്മൾ കുറ്റപ്പെടുത്തും, അല്ലേ? അങ്ങനെ അപ്രകാരം നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ, ചുറ്റുപാടുകളെ ഒക്കെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, അതാണ് അള്ളാഹുവിനെ കുറ്റം പറയുക എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നത്, എൻ്റെ അടിമക്ക് ഞാനൊരു ബുദ്ധിമുട്ട് നൽകി, എന്നിട്ട് അവൻ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഞാൻ ആ ബുദ്ധിമുട്ടിൽ നിന്നും അവന് വിടുതൽ നൽകുകയും അതിനേക്കാളും നല്ലൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമെന്നാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തത്തെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താത്ത, പരാതി പറയാത്ത, നമുക്ക് ലഭിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾക്ക് പരാതിയില്ലാത്തൊരു മനസ്സ് നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ
സാരല്ലേ, അള്ളാഹു നൽകിയ വിധിയല്ലേ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയാണെന്ന് തീരുമാനിക്കുമ്പോൾ അതിനേക്കാളും നല്ലൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുമെന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ ദുർഗുണം, നമ്മൾ സൽഗുണത്തെക്കുറിച്ചാണല്ലേ പറയുന്നത്, എപ്പോഴും മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ്. പലരെക്കുറിച്ചും നമുക്ക് ചില അഭിപ്രായങ്ങളുണ്ട്, അവരൊക്കെ വളരെ മോശക്കാരാണ് എന്ന്. ഇത് സ്വസ്ഥതയില്ലാത്ത മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു ന്യൂനതയാണ്. സ്വസ്ഥതയില്ലാത്തതിൻ്റെ കാരണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുമ്പോൾ സമാധാനം ലഭിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. അതിൻ്റെ അടയാളമാണ് നാം ചുറ്റുപാടുകളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ ചുരുക്കി പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇപ്രകാരം പറയാം. ചിലരെ നമ്മൾ വിലയിരുത്തുന്നുണ്ട്, അവരൊക്കെ വളരെ മോശക്കാരാ, അവരൊന്നും ഒരിക്കലും ശരിയാകാൻ പോണില്ല എന്ന്, അല്ലേ? അങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരെ മനസ്സുണ്ടാകുന്നത് സ്വന്തം മനസ്സിൽ സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണ് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു, അയാൾക്കൊന്നും അള്ളാഹു പുറത്തു കൊടുക്കൂല. ആ മനുഷ്യൻ്റെ ജീവിതം കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്. വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെ ആ മനുഷ്യൻ ജീവിക്കുകയാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു, ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, എങ്കിൽ ആരാണ് അങ്ങനെ പറഞ്ഞ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുകയും, എന്നിട്ട് ആരെക്കൊണ്ടാണോ പറഞ്ഞത് ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുകയും പറയപ്പെട്ട മനുഷ്യൻ അള്ളാഹു ശിക്ഷ നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും കുറ്റം പറയാത്ത, ആരെ പറ്റിയും പരാതിയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഒരു ഹൃദയം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കൃത്യമായ നിലപാടുകൾ നമ്മളിൽ വേണം. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് ഈമാൻ വർദ്ധിക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ വീടിലെ ചുറ്റുപാടുകളാണ്, നമ്മുടെ മനസ്സിലെ ഭയമാണ്. നമ്മുടെ മക്കള്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഭയങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാത്തിനോടും ഒരു ഭയമാണ്, എന്തായിത്തീരും ദുനിയാവിലെ ജീവിതം എന്നുള്ളത്. എന്നാൽ ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നമ്മളേറെ ഭയപ്പെടുന്ന നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലെ വിഭവങ്ങളാണ് നമ്മുടെ മക്കളും നമ്മുടെ സന്തതികളും എന്ന് പറയുന്നത്. അതൊരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം അള്ളാഹു തന്നതാ. വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. അള്ളാഹുവിൻ്റെ അടുക്കലാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് നമുക്ക് ബാക്കിയാവുക എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ കാര്യങ്ങളുടെ പേരിൽ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകരുത്. അള്ളാഹുവിനെ ബരമേൽപ്പിക്കുവാനും സമാധാനമടയുവാനും നമുക്ക് സാധിക്കണം. ഫത്തഖുല്ലാഹ മസ്തതാതും. അതുകൊണ്ട് നമ്മൾ കഴിവിൻ്റെ പരിധിയിൽ നിന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി തീരണം എന്നുള്ളത് നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ ഏറ്റവും നല്ല മാർഗമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക. പിശുക്കിൽ നിന്നും നമ്മുടെ മനസ്സിനെ രക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു ജീവിതം നമുക്ക് ലഭിക്കപ്പെടുന്നത്. പിശുക്കിൽ നിന്നും മുക്തി നേടാം. ദുനിയാവിലെ ജീവിതം ഒരിക്കലും ശാശ്വതമല്ല. കഷ്ടപ്പെടുന്നവൻ്റെ ഒരു കഷ്ടപ്പാട് തീർത്തു കൊടുത്താൽ നമ്മുടെ ജീവിതം വിശാലമാകും. വേദനിക്കുന്നവനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ജീവിതം വിശാലമാകും. എങ്കിൽ മാത്രമേ ഈ രൂപത്തിൽ കുറ്റപ്പെടുത്താതെ മറ്റുള്ളവരെ പഴി പറയാതെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവുകയുള്ളൂ. വീടകങ്ങളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്താണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു നിലവാരം എന്ന് പറയുന്നത്? നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നെല്ലാം അവകാശപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷേ അതിനെയെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും സദാ നമ്മളിൽ പ്രകടമാണ്. മക്കളെപ്പോലും പഴി പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വീടകത്ത് ഒരു നല്ല വാക്ക് കേൾക്കാനില്ല. സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഗുണം നല്ല വർത്തമാനം പറയുക എന്നുള്ളതാ. വഖൂലു ലിന്നാസി ഹുസ്നൻ. മനുഷ്യരോട് ഏറ്റവും ഉത്തമമായ വാക്കുകൾ സംസാരിക്കുക എന്നുള്ളത് സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഗുണമാണ്. ഇണയോട്, മക്കളോട്, അയൽപ്പക്കങ്ങളോട് നല്ല വാക്കുകൾ പറയാനും
ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു മനുഷ്യനായിട്ട് മാറാൻ സാധിച്ചാൽ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും. നല്ലൊരു സൽസ്വഭാവിനിയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഏറ്റവും കൂടുതൽ നമ്മളിൽ ഉണ്ടാകേണ്ടത് നല്ല വർത്തമാനങ്ങൾ തന്നെയാണ്. നമുക്കറിയാലോ, സ്ത്രീ സമൂഹം ഏറ്റവും കൂടുതൽ നരകത്തിലെത്തപ്പെടാൻ കാരണം നമ്മുടെ നാവാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് നല്ല വർത്തമാനങ്ങളാണ്. ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും സങ്കടപ്പെടുത്താത്ത ഒരു നാവ് നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരിക്കലും നമ്മളെക്കുറിച്ച് ഒരാളും പരാതി പറയരുത്. അവരെ കൊണ്ട് എനിക്ക് ഇന്ന സങ്കടങ്ങളുണ്ടായി, വേദനകളുണ്ടായി എന്ന രൂപത്തിൽ ഒരാളും സങ്കടം പറയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. ചേർത്ത് പിടിക്കണം. ദാനധർമ്മങ്ങൾ കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും പുഞ്ചിരി കൊണ്ടും സ്നേഹം കൊണ്ടും മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഏറ്റവും നല്ലൊരു വിശ്വാസിനിയാകും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദർജയിലേക്ക് നമ്മൾ എത്തിപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്കൊക്കെ എന്താ പരാതി എന്നറിയോ? നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കാർക്കും നന്നാവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നല്ല മനുഷ്യനാകാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. ശ്രമങ്ങളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും സ്നേഹം ലഭിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗത്തിലൊന്നാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്തിനിറങ്ങുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനീ പ്രബോധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ ഒരു സ്നേഹമുണ്ടാകും. മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഗുണകാംക്ഷയുള്ള മനസ്സുമായിട്ട്. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ. ആരല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങുന്നുവോ അവരെ അള്ളാഹു ഹിദായത്തിലേക്ക് ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ്. അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നിശ്ചയമായും ഇത്തരം സുഹൃതവാന്മാരോടൊപ്പം അള്ളാഹു ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ട വ്യക്തിത്വം എന്ന് പറയുന്നത് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കഷ്ടപ്പാടുകളെ, വേദനകളെ കണ്ടറിഞ്ഞ് അവരിലേക്ക് ദീനീ പ്രബോധനം എത്തിച്ചു കൊടുക്കുക. നമ്മൾ വളരെ ഭയാനകമായ ഒരു ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒരുപാട് ബാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങളെല്ലാം വളരെ വൈകൃതങ്ങൾ നിറഞ്ഞതായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. തോന്നിവാസങ്ങൾ ഈ സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാം തോന്നിയ വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തി കളയുന്നത്. എല്ലാ വിധത്തിലുള്ള ദുർമാർഗങ്ങളും പേർന്ന മനസ്സുകൾക്കുടമയായിക്കൊണ്ട് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളാകുന്ന എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഒരു വിശ്വാസിനിയായ പെണ്ണ് എപ്രകാരമായിരിക്കണമെന്ന് ഈ മക്കളുടെ മുന്നിൽ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കേണ്ടവളാണ് നമ്മൾ. നമ്മളൊരിക്കലും വീടകങ്ങളിൽ ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കുന്ന ഒരു പെണ്ണല്ല, മറിച്ച് നല്ല ഉന്നത വ്യക്തിത്വമുള്ള ഒരു പെണ്ണാണ് എന്ന് മക്കൾക്ക് മുന്നിൽ നമ്മൾ ജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുക്കണം. ഉപ്പയുടെ വാക്കുകൾ കേട്ട് ഓച്ചാനിച്ച് നിന്നുകൊണ്ട് എൻ്റെ ഉമ്മയുടെ ജീവിതം പാഴായിപ്പോയി എന്നും അതുകൊണ്ട് എനിക്കൊരു വിവാഹ ജീവിതം പോലും വേണ്ട എന്നും ഉറക്കെ പറയുന്ന പെൺകുട്ടികളുടെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആ ഒരു ഊഷ്മളത മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഉപ്പയുടെ സ്നേഹം ഉമ്മ അനുഭവിക്കുന്നത് പെൺകുട്ടികൾ കണ്ണുകൾ കൊണ്ട് കാണട്ടെ. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താത്ത മാതാപിതാക്കൾ വീടകങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അതിന് അത്യന്താപേക്ഷിതമായി എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടത് ആ ഭർത്താവിനോട്, ഇണയോട് ഏറ്റവും സ്നേഹമുള്ള ഒരു ഭാര്യയാകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഖൈറുൻ നിസാ ആരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയായി, ഒരു ഇണയായി മാറാൻ നമുക്ക് സാധിച്ചാൽ ആ പുരുഷന്റെ അതിരുകളില്ലാത്ത സ്നേഹം ഇണയായ എനിക്കും നിങ്ങൾക്കും ലഭിക്കപ്പെടും. ആരാ ഖൈറുൻ നിസാ? നീ നോക്കിയാൽ നിന്നെ സംതൃപ്തിപ്പെടുത്തുന്ന, നീ കൽപ്പിച്ചാൽ അനുസരിക്കുന്ന, ദുർമാർഗങ്ങളിലേക്കും വ്യഭിചാരത്തിലേക്കും വഴുതി പോകാതെ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതം, തോന്നിവാസങ്ങളിലേക്ക് പോകാതെ ജീവിക്കുന്ന ഒരു പെണ്ണ്. ഇങ്ങനെയുള്ള ഒരു പെണ്ണാണ് ഖൈറുൻ നിസാ ആയ പെണ്ണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പുരുഷന്റെ ഇഷ്ടങ്ങളെ കണ്ടറിഞ്ഞ് അത് തൊട്ടറിഞ്ഞ് ചേർന്ന് നിന്ന്
ജീവിക്കുന്ന ഒരു ഇണ കൂടെയുണ്ടെങ്കിൽ ആ പുരുഷന്റെ ജീവിതം അതിവിശാലമായിരിക്കും. എല്ലാ പ്രയാസങ്ങളെയും ആ മനുഷ്യന് ഒതുക്കാൻ സാധിക്കും. കാരണം ഏറ്റു പറയാൻ എനിക്കെൻ്റെ ഇണയുണ്ടല്ലോ എന്ന സമാധാനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച സമാധാനം, ആ കടുകടുത്ത ബേജാറിനിടയിലും കിടുകിടാ വിറച്ചപ്പോഴും അവിടുന്ന് ഒരു സമാധാനമുണ്ടായിരുന്നു. എൻ്റെ ഖദീജയുണ്ട് വീട്ടില്, എനിക്ക് സമാധാനം നൽകുന്ന ഒരു ഇണയുണ്ട് വീട്ടില്. സമ്മിലൂനി യാ ഖദീജ എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ ഉള്ളിലുള്ള തണുപ്പ് എന്നെ സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ട് അവൾ ചേർത്ത് പിടിക്കുമെന്നുള്ളതാ. അപ്രകാരം ഒരു ഇണയായിട്ട് മാറാൻ സാധിച്ചെങ്കിൽ നമ്മുടെ മക്കള് ഈ ഒരു ദാമ്പത്യത്തിന്റെ മാധുര്യം ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും പഠിച്ചെടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ത്രീയാകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഏറ്റവും നല്ലൊരു ഭർത്താവായിട്ട് നമ്മുടെ ഭർത്താവ് മാറുകയുള്ളൂ. സ്നേഹവും ഇഷ്ടവും സദാ പങ്കുവെക്കുന്ന, എപ്പോഴും ഇഷ്ടത്തോടെ പെരുമാറുന്ന ഒരു ഇണയെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭർത്താവും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി പലപ്പോഴും നമ്മളായിരിക്കും. ഉള്ളതിനും ഇല്ലാത്തതിനും കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഒരു സ്ത്രീയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ കുടികൊള്ളുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് ഈ സമൂഹത്തിൽ നിന്നും പിഴുതെറിയേണ്ടതുണ്ട്. ഇന്നിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയാന്നറിയോ, ഈ കാലൊന്നും ഇനി നന്നാവൂലട്ടോ, എന്തെല്ലാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ചെയറിലിരിക്കുന്ന ഒരു പിതാവിനെ അടിച്ചുകൊന്നൊരു വീഡിയോ കണ്ട കാലഘട്ടമാണ് നമ്മൾ. അത്രത്തോളം ദുർമോഹങ്ങളും ഈ ദുനിയാവിൻ്റെ അഭിനിവേശങ്ങളും മുറുകെ പിടിച്ച ഈ ഒരു മുറുകിപ്പോയ ഈ സമൂഹത്തെ ഇനി എങ്ങനെ നന്നാക്കിയെടുക്കാനാണ് എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഇതിനേക്കാളും അതിക്രമിച്ചു പോയ ഒരു സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനും തിരുചര്യകളും കൊണ്ട് മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള നിരാശയും നമുക്ക് ആവശ്യമില്ല. നമുക്കുറപ്പിച്ച് പറയാം വിശുദ്ധ ഖുർആൻ, ഈ പരിശുദ്ധ ദീനിന്റെ സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അതിന് അനിവാര്യമായും ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം. ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്രബോധന കർത്തവ്യങ്ങളുമായിട്ട് നിരന്തരം ഇടതടവില്ലാതെ നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. മക്കൾക്കിടയിലേക്ക് ദീനിനെ പറഞ്ഞു കൊടുക്കണം. എനിക്കെപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ദുർമാർഗങ്ങളാണ്, തോന്നിവാസങ്ങളാണ്. എപ്പോഴും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള നന്മയും പ്രദാനം ചെയ്യാത്ത രൂപത്തിലുള്ള വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതവരുടെ മനസ്സിനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നുണ്ട്, അവരുടെ മനസ്സിനെ മലീമസമാക്കുന്നുണ്ട്, വൃത്തികേടുകളിലേക്ക് നയിക്കുന്നുണ്ട്. എന്നാൽ അത്രത്തോളം അതവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതേ തോതിൽ അവർ നല്ലതും കേൾക്കാൻ അവസരമുണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധ്യമല്ല. എത്രത്തോളമാണോ അവർ അല്ലാഹു ഇല്ല എന്നും പരലോകമില്ല എന്നും തോന്നിയതുപോലെ ജീവിച്ചാൽ മതി എന്നുമുള്ള സന്ദേശം എത്ര പ്രാവശ്യമാണോ അവർ കേൾക്കുന്നത്, അത്ര പ്രാവശ്യം നമ്മൾ അല്ലാഹുവെക്കുറിച്ച്, അന്ത്യദിനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇസ്ലാമിൻ്റെ നന്മകളെ അവരെ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ മനസ്സിനെ അവരുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഒരു സഹോദരിയും അലംഭാവം കാണിക്കാൻ പാടില്ല. പ്രബോധന രംഗത്തേക്ക് മുന്നിട്ടിറങ്ങണം. എന്തെല്ലാം സംരംഭങ്ങളുണ്ട് നമുക്ക്, അതിൻ്റെ എല്ലാ മാർഗങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വരികയും നന്മയുടെ വക്താക്കളായിക്കൊണ്ടും അതിൻ്റെ പ്രചാരകരായിക്കൊണ്ടും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ മക്കളെ തിരിച്ചു പിടിക്കാൻ കഴിയും. നമുക്കറിയാലോ, നമ്മൾ സ്റ്റുഡൻസ് വിങ് ഇങ്ങനെ തുടങ്ങിയതിൻ്റെ ശേഷം എന്ത് മാറ്റങ്ങളാണ് കുട്ടികളിലുണ്ടായതെന്നറിയോ. അവർ തന്നെ ദീനീ പ്രബോധന മാർഗത്തിലേക്ക് ഇറങ്ങി. അവർ പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, ആയത്തുകൾ എടുത്ത് വായിക്കാൻ തുടങ്ങി, അതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കാൻ തുടങ്ങി. അവർ തന്നെ പ്രഭാഷകരായി മുന്നോട്ട് വന്നു. ഇന്ന് നമുക്കിടയിൽ നമ്മളെക്കാളും ഈമാനുള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു കാര്യം ഉറപ്പാ, ദീനുമായിട്ട് സമ്പർക്കമുണ്ടെങ്കിൽ ഈ ആധുനിക സമൂഹത്തിലെ കുട്ടിയും മാറും എന്നതിൻ്റെ തെളിവാണത്.
ഈ ആധുനിക സമൂഹത്തിലെ കുട്ടിയും മാറും. കാരണം അള്ളാഹുവിൻ്റെ ദീന് കൊണ്ട് മാറ്റമൊന്നുമല്ല. കാരണം ഇത് പ്രപഞ്ചനാഥൻ്റെ ദീനാണല്ലോ. അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഓരോരുത്തരും മുന്നിട്ടിറങ്ങുകയും ഈ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന ചിന്തയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടുകയും വേണം പ്രിയപ്പെട്ടവരെ. അത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടമായി പോകും. എന്തെല്ലാമാണ് മക്കളെ സംബന്ധിച്ചും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മാതാപിതാക്കളും വല്ലാത്ത വേവലാതിയിലാണ്. മക്കൾ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി എങ്ങനെ മക്കളെ തിരിച്ചു പിടിക്കുമെന്നറിയാതെ ആശങ്കാകുലരായിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ കൂട്ടത്തിൽ സമാധാനം മുറുകെ പിടിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നോർത്തുകൊണ്ട് സമാധാനമടയാൻ കഴിയുന്ന ഒരു മനസ്സായിരിക്കണം. മക്കളെക്കുറിച്ച് വേവലാതികളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തെ സ്വയം നന്നാക്കുക. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നടുങ്ങുന്ന ഒരു ഹൃദയമുണ്ടായിരിക്കുക. ചെയ്തുപോയ പാപങ്ങളിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് ഖേദിച്ച് മടങ്ങുക. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളായിത്തീരും. അള്ളാഹുവിൻ്റെ ദീനീ പ്രബോധനത്തിന് ഞാൻ ഇറങ്ങിത്തിരിക്കുമെന്ന ഒരു ഉറച്ച മനസ്സുണ്ടായിരിക്കുക. ആ സുഹൃതവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എപ്പോഴും അവരെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും. ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് സക്കീനത്ത്, ശാന്തത ഇറക്കി തരും. എവിടെയും സമചിത്തതയോടെ ഇടപെടാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മക്കൾ തെറ്റ് ചെയ്ത് കടന്നു വന്നാലും അവരോട് ഹിക്മത്തോടു കൂടിയിട്ട് അവരെ ചേർത്ത് പിടിച്ച് നന്മകൾ പറഞ്ഞു കൊടുത്തവരെ തിരുത്തുവാനുള്ള നല്ല ഒരു വ്യക്തിത്വം അള്ളാഹു അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രദാനം ചെയ്യും. അതിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നന്മയുള്ള ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയണം. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. നമ്മുടെ മക്കളെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടണം. അവരോട് നന്മയുടെ വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് മുന്നിലെ ഏറ്റവും നല്ല ദമ്പതികളായിട്ട് മാറാൻ, ഏറ്റവും സ്നേഹമുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായിത്തീരാൻ സാധിക്കണം. നോക്കൂ നിങ്ങൾ, നമ്മൾ പറയല്ലോ കുട്ടികൾക്ക് നമ്മളോട് ഇഷ്ടമില്ല, അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ സമയമില്ല, സദാ അവർ മൊബൈലിലാണ്. പക്ഷേ വീടകങ്ങളിൽ സ്നേഹം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരും കടന്നു വരും. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട്, ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചിരിക്കാൻ അവർക്കൊരുപാട് ഇഷ്ടമായിരിക്കും. ആ കാര്യത്തിലൊന്നും ഒരു സംശയവും ആവശ്യമില്ല. അനാവശ്യമായ വേവലാതികളുടെ ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരുത്താനുള്ള ഒരാർജവം നമ്മളിൽ ഉണ്ടായാൽ മതി. അള്ളാഹു ഇന്നത് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹു ഇന്നത് വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനത് ഒഴിവാക്കാൻ തയ്യാറാണ്. ഈ ഒരു ഇസ്സത്ത്, ഈ ഒരു പ്രതാപമുണ്ടായാൽ തന്നെ മാറ്റം തീർച്ചയായിട്ടും സാധ്യമാകും. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ സമ്പാദിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. ഏറ്റവും നല്ലത് മനുഷ്യർ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ ഏറ്റവും നല്ല മാർഗം മനുഷ്യർ നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ വിരമിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മളെ വിലയിരുത്തണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വയം വിലയിരുത്താൻ അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ സമാധാനമുണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലെ സമാധാനവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ മറ്റൊരു രൂപത്തിൽ നമുക്ക് വിലയിരുത്താം. മറ്റുള്ളവർ നമ്മളെ എങ്ങനെയാണ് കാണുന്നത് നമുക്ക് സ്വയം വിലയിരുത്താൻ കഴിയും. എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എൻ്റെ ചുറ്റുപാടുകൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വർഗാവകാശികളെയും നരകാവകാശികളെയും ഭൂമിയിൽ നിന്ന് വേർതിരിച്ച് കാണാൻ സാധിക്കുമെന്ന്. അതെങ്ങനെയാണെന്നറിയോ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസികളായ ആളുകൾക്ക് നല്ല അഭിപ്രായമുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശ്വാസികളായ ആളുകൾക്ക് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ അവനെ നമുക്ക് സ്വർഗാവകാശിയായി കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവർ നമ്മളെങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകുക. മറ്റുള്ളവരോട് ഏറ്റവും സ്നേഹത്തോടെ, അനുകമ്പയോടെ, ഇഷ്ടത്തോടെ പെരുമാറാൻ സാധിക്കുക. സ്നേഹം വീടകങ്ങളിൽ പകർന്നു നൽകാൻ കഴിവുള്ളവൾ പെണ്ണാണ്. ഇണയുടെ സ്നേഹവും ഇഷ്ടവും സമ്പാദിച്ചെടുക്കുവാൻ വേണ്ടി മത്സരിക്കുന്ന ഇണകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക. എത്ര സങ്കടം വന്നാലും, ഏത് വേദനകൾ അനുഭവിച്ചാലും നമ്മുടെ ഇണയും മക്കളും നമ്മളെക്കുറിച്ച് ഓർക്കണം. പറഞ്ഞു വന്നത്, മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. ദീനീ മാർഗത്തിലെ പ്രബോധന മാർഗത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
ഇത് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉള്ളവർക്ക് നമ്മളോട് എത്ര ഇഷ്ടമുണ്ട്. നോക്കൂ നിങ്ങൾ, പിണക്കങ്ങളില്ലാത്ത, ആരോടും പിണക്കില്ലാത്ത അവരാണ് എല്ലാവരും എന്ന് അവകാശപ്പെടാൻ പറ്റുമോ നമുക്കെല്ലാവർക്കും? എനിക്കാരോടും പിണക്കില്ല, ഞാൻ ആരോടും പിണങ്ങിയിട്ടില്ല. നോക്കൂ, അതൊക്കെ എത്ര വലിയ തെറ്റായിട്ടാണെന്നറിയോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സദസ്സിൽ ആരെങ്കിലും മറ്റുള്ളവരോട് പിണക്കമോ വെറുപ്പോ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മനുഷ്യൻ്റെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർന്നു പോകുമ്പോൾ എത്ര നിസ്കരിച്ചവരാണെങ്കിലും, എത്ര നോമ്പെടുത്തവരാണെങ്കിലും, തഹജ്ജുദ് നമസ്കരിച്ച് ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തവരാണെങ്കിലും അതൊന്നും ആകാശത്തേക്ക് ഉയരാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. ആരാണെന്നറിയോ? ആകാശത്തേക്ക് കർമ്മങ്ങളുടെ ഏടുകൾ ഉയർത്തപ്പെടാത്ത മനുഷ്യരാരാണെന്നറിയോ? പരസ്പരം പിണങ്ങി നിൽക്കുന്ന മനുഷ്യരാ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ പോയിട്ട് അതൊന്ന്, ആ പിണക്കം തീർത്തിട്ടൊന്ന് സുലഹാകാൻ സാധിക്കണം. എന്നാലല്ലേ നമ്മുടെ ഈ ഒരു സദസ്സിനൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ, നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പ്രയോജനം നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. എന്നിട്ട് എങ്ങനെയാണ് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുക ആർക്കും നമ്മളോട് വെറുപ്പില്ല എന്ന്? നമ്മൾ മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സ്വസ്ഥതയും കിട്ടൂല, ഒരു സമാധാനവും കിട്ടൂല. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുമെന്നുള്ള സ്വസ്ഥത പോലും ഉണ്ടാകൂല. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ സ്വസ്ഥത കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രാർത്ഥിച്ചാൽ പിന്നെ അവർക്ക് ഉറച്ച വിശ്വാസമാണ്, എനിക്കൊരു പേടിയും പേടിക്കാനില്ല, എൻ്റെ റബ്ബ് എന്നെ കയ്യേറ്റിരിക്കുന്നു, ഇനി ഞാൻ ഒന്നിനെ സംബന്ധിച്ചും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഞാനൊന്നും പേടിക്കേണ്ട എന്നുള്ളൊരു സമാധാനം? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം മനസ്സിൽ വെറുപ്പ്, അസൂയ, വിദ്വേഷം, പക ഇതൊക്കെ കൊണ്ട് നടക്കുക. മനസ്സ് ശുദ്ധമാക്കുക, എല്ലാവരോടുമുള്ള വെറുപ്പുകളെ നമ്മൾ മായ്ച്ച് കളയുക. എന്നിട്ട് ആ വെറുപ്പുകളെയെല്ലാം മായ്ച്ച് കളഞ്ഞ് തൽസ്ഥാനത്ത് സ്നേഹവും നന്മയും നമ്മൾ പകർത്തി വെച്ചാൽ നമ്മുടെ ഉള്ളിൽ സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കപ്പെടുക തന്നെ ചെയ്യും. യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ മറക്കുന്നത് മരണത്തെ മറക്കുന്നത് കൊണ്ടാണ്, മരണം മറന്നു പോകുന്നത് കൊണ്ടാണ്. ബുദ്ധിമാനായ മനുഷ്യൻ്റെ ലക്ഷണം മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുക എന്നതും അതിനു വേണ്ടിയിട്ട് ജീവിതത്തെ സജ്ജമാക്കുക എന്നുള്ളതുമാണ്. നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് മരണത്തെ കാണുന്നത്. ഇന്നോ നാളെയോ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരാനുള്ള മരണത്തെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയപ്പാടുമില്ലല്ലോ നമുക്ക്. അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് കടന്നു പോകാനുണ്ടെന്നുള്ള ഒരു ഭയപ്പാടും നമുക്കില്ലല്ലോ. മരണം കൺമുൻപിലേക്ക് കടന്നു വരുന്ന നിമിഷത്തിൽ പതറിപ്പോകുന്ന മനുഷ്യരെ സംബന്ധിച്ച് എത്ര തവണയാണ് നമ്മൾ കേട്ടത്? റബ്ബിലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് എന്ന് ആ നിമിഷത്തിൽ നമ്മൾ ഹൃദയം നൊന്ത് ചോദിക്കുമെന്ന് എത്ര തവണ കേട്ടിട്ടും ഒരു തവണയെങ്കിലും അതിൻ്റെ മുമ്പ് എന്നിലൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവരും അതിനുവേണ്ടി ഒരുങ്ങുന്നവരുമായി തീരേണ്ടതുണ്ട്. ഒരു ഹദീസിൻ്റെ സാരം, ആശയം നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുകയാണ്. വിശാലമായ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിനെ കാണുന്ന ഒരു രംഗത്തെക്കുറിച്ച്. കൃത്യമായി കൺമുൻപിൽ ജീവിതത്തിൻ്റെ ശേഷമുള്ള മരണാനന്തര ജീവിതത്തെ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങളുടെ മുൻപിലേക്ക് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിലാവുള്ള രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ മനുഷ്യർ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരു രംഗമുണ്ട്. അള്ളാഹുവിൻ്റെ ലിഖാ, നമ്മളത് മറന്നുപോയി. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. വറദൂ ബിൽ ഹയാത്തി ദുനിയ, നമ്മൾ തൃപ്തി ആഗ്രഹിച്ചതൊക്കെ ദുനിയാവിലെ ജീവിതത്തിലാണ്. വതുമഅന്നു ബിഹാ, അതിൽ തന്നെയാണ് നമ്മൾ സമാധാനവും തേടുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. എന്നാൽ നാളെ അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നൊരു മനസ്സ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തില് നിലാവുള്ള രാത്രിയില് പൂർണ്ണചന്ദ്രനെ നോക്കിക്കാണും പോലെ വിശ്വാസികൾ അള്ളാഹുവിനെ നോക്കിക്കാണുന്ന ഒരു രംഗമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക, മഹ്ശറയില് വിളിച്ചു പറയപ്പെടും, ഓരോ മനുഷ്യരും തങ്ങളുടെ ആരാധ്യന്മാരുടെ കൂടെ പോയിക്കൊള്ളുക,
ഈ സദസ്സിലിരിക്കുന്നവർക്ക് സമാധാനിക്കുവാൻ അവസരമുള്ള ഏറ്റവും സമാധാനിക്കുവാൻ അവസരമുള്ള ഒരു കാര്യമാണ് പറയപ്പെടുന്നത്. കാരണം ഓരോരുത്തരും താങ്കളുടെ ആരാധ്യന്മാരുടെ കൂടെ പോയിക്കൊള്ളുക എന്ന് പറയുന്ന ഘട്ടത്തില് ജൂതന്മാരതാ അവരൊക്കെ കടന്നു പോകുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് ആരാധിച്ചത്? ജൂതന്മാര് പറയുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹുവിന്റെ പുത്രൻ ഉസൈറിനെയാണ് ആരാധിച്ചത്. അള്ളാഹു കോപാകുലനാകുന്നു. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് ഇണയില്ല, സന്താനങ്ങളില്ല, നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടോ? അവർ പറയുന്നു, ഞങ്ങൾക്കൊരല്പം വെള്ളം വേണം. മഹ്ശറിലെ നൃത്തമാണത് കേട്ടോ. മഹ്ശറിലെ നൃത്തത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരല്പം വെള്ളം കുടിക്കാനാണ്. അവിടെയാണ് ശിർക്കും ബിദ്അത്തും ചെയ്യാത്ത മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹൗദിൽ നിന്നും വെള്ളം കുടിക്കാനുള്ള അവസരം. ജൂതന്മാർ വെള്ളം ചോദിക്കുന്നു, അവർക്ക് ലഭിക്കപ്പെടുന്ന നരകത്തിലെ വെള്ളമാണ്. അപ്പോൾ നസാറാക്കളോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് ആരാധിച്ചത്? അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ പുത്രൻ ഈസയെയാണ് ആരാധിച്ചത്. അവിടെയും അള്ളാഹു കോപത്തോടെ പറയുന്നു, അള്ളാഹുവിന് ഇണയില്ല, സന്താനങ്ങളില്ല. അവിടെയും അവരോടും ചോദിക്കുന്നു, എന്ത് നിങ്ങൾക്ക് വേണം? ഞങ്ങൾക്കൊരല്പ വെള്ളം വേണം. അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നു. നരകത്തിലേക്ക് യാത്ര പോകുന്ന മനുഷ്യരെ കുറിച്ച് ഖുർആനിൽ വിശേഷിപ്പിച്ചത് അവർ മുഖം കൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് അവർ മുഖം കൊണ്ട് നടക്കുമെന്നാണ്. മുഖത്തിൽ കുത്തിക്കൊണ്ട് നടക്കും. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മനുഷ്യർ മുഖം കൊണ്ട് നടക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 2 കാലുകൾ കൊണ്ട് ഭൂമിയിൽ നടത്തിയ അള്ളാഹു മനുഷ്യരെ, സത്യനിഷേധികളെ നാളെ പരലോകത്ത് മുഖങ്ങൾ കൊണ്ടാണ് നടത്തിക്കുക എന്ന്. നരകത്തിലേക്ക് മുഖം കുത്തി നടന്നു പോകുന്ന മനുഷ്യര് നരകത്തിന്റെ മുൻപേ നരകത്തിന്റെ യാതനകളും അതിന്റെ ഭയാനതകളും അവർ കേട്ടറിയും. തകാദു തമയ്യസു മിനൽ ലൈൽ കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നരകത്തിന്റെ മുൻപിലേക്ക് നടന്നു പോകുന്ന മനുഷ്യരോട് ചോദിക്കും നരകത്തിന്റെ കാവൽക്കാർ, അതിന്റെ മുന്നിൽ ആലില പോലെ വിറക്കുന്ന മനുഷ്യരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് നിന്ന് വിറക്കുന്നത്? മുന്നറിയിപ്പുകാർ വന്നുകൊണ്ട് ശിർക്കിന്റെ കാഠിന്യത്തെ കുറിച്ച് പറഞ്ഞു തന്നപ്പോ എന്തുകൊണ്ട് നിങ്ങളിൽ മാറ്റമുണ്ടായില്ല? അവർ പറയും, അന്ന് ഞങ്ങൾ ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ, കേട്ടിരുന്നുവെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ കഠിനമായ ശിക്ഷ ഞങ്ങളെ ബാധിക്കില്ലായിരുന്നു എന്ന നെടും ഖേദത്തിന്റെ ദിവസം. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഓരോ മനുഷ്യരും താങ്കളുടെ ആരാധ്യന്മാരുടെ പിന്നാലെ പോകും. ഈസാ നബി ആരാധിച്ചവർ ഈസാ നബിന്റെ കൂടെ അല്ലട്ടോ പോയത്, കുരിശിന്റെ പിന്നാലെ പോകും. ജാറങ്ങളെ ആരാധിച്ചവർ ജാരത്തിന്റെ പിന്നാലെ പോകും. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പറയാ, മഹ്ശറയിൽ ഒരു കൂട്ടം മനുഷ്യർ ബാക്കിയാകും. മഹ്ശറയിൽ ഒരു കൂട്ടം മനുഷ്യർ ബാക്കിയാകും. ആ കൂട്ടത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അടിവരയിട്ട് മനസ്സിലാക്കണം, നല്ലവരും ചീത്തവരും ഉണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞ, നമ്മൾക്ക് സമാധാനിക്കാൻ വകുപ്പുണ്ട്. ശിർക്ക് ചെയ്യാത്ത മനുഷ്യരൊക്കെ അവിടെ ബാക്കിയായി. അള്ളാഹു അവരിലേക്ക് വന്നിട്ട് ചോദിക്കും, മനുഷ്യരെ നിങ്ങളാ എന്തേ പോകാതിരുന്നത്? എല്ലാവരും പോയി കഴിഞ്ഞല്ലോ. നമ്മൾ അവിടെ തൗഹീദിന്റെ വാക്താക്കളായ മനുഷ്യർ പറയൂ അത്രേ, നല്ലവരും ചീത്തവരും ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ. അവർ പറയുമത്രേ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ കാത്തു നിൽക്കുക, ആ റബ്ബിനെയാ ഞങ്ങൾ ആരാധിച്ചത്. റബ്ബ് വന്നിട്ടാ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ പോകാത്തത് എന്ന്. റബ്ബിനെ അവിടെ മനസ്സിലാക്കുന്നില്ല മനുഷ്യർക്ക്. അപ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുമത്രേ, അള്ളാഹുവിനെ തിരിച്ചറിയുന്ന വല്ല അടയാളവുമുണ്ടോ എന്ന്. അപ്പോൾ തൗഹീദുള്ള മനുഷ്യർക്ക് അവിടെ പറയാൻ കഴിയും, ഞങ്ങൾക്ക് അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഒരു അടയാളമുണ്ട്. എന്താണത്? അള്ളാഹുവിൻ്റെ കണങ്കാൽ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ അള്ളാഹുവിൻ്റെ കണങ്കാൽ സങ്കല്പിക്കാൻ പോലും പാടില്ലാത്തതാണ്. അള്ളാഹു കണങ്കാൽ വെളിവാക്കപ്പെടുന്ന വല്ലാത്ത സന്ദർഭമുണ്ട് മഹ്ശറയില്. അള്ളാഹുവിൻ്റെ കണങ്കാല് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ അടിയാറുകൾ അവൻ്റെ മുൻപിലേക്ക് സുജൂദിലേക്ക് വീഴുന്ന നിമിഷം അവിടെ ഒരു വിഭാഗത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല? സുജൂദ് ചെയ്യാൻ പറ്റൂല. അവര് മുന്നിലേക്കോ പിന്നിലേക്കോ മറിഞ്ഞ് വീണുപോകും. കാരണം എന്താ? അവര് നിസ്കരിക്കാത്തവരായിരുന്നു, അല്ലെങ്കിൽ നിസ്കരിച്ചപ്പോൾ അലംഭാവം കാണിച്ചവരായിരുന്നു, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഖുശൂഉമില്ലാതെ നമസ്കരിച്ചവരായിരുന്നു. വിശ്വാസികളുടെ ഏറ്റവും നല്ല പ്രകട ഗുണമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന്. നിസ്കരിച്ചവർക്കല്ലാതെ നാളെ മഹ്ശറയിൽ അള്ളാഹിൻ്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിചാരണയും കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തപ്പെടുന്ന സിറാത്ത് പാലവും കടന്ന് സ്വർഗത്തിലേക്ക് എത്തപ്പെടുന്ന മനുഷ്യര് അള്ളാഹുവോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. എൻ്റെ കൂട്ടത്തിലെ പലരും ഉണ്ടായിരുന്നു, അവരെയൊന്നും കാണാനില്ലല്ലോ അല്ലേ? ഈ കൂട്ടത്തിലെ പലരും ഇപ്പൊ സ്വർഗത്തിലെത്തിയിട്ടില്ല. മഹ്ശറയില് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവർ ബാക്കിയായി. അവരിൽ പലരും സ്വർഗത്തിലെത്തിയിട്ടില്ല. അവർ സിറാത്ത് പാലത്തിൽ നിന്നും നരകത്തിലേക്ക് വീണുപോയിട്ടുണ്ട്. നമ്മൾ സ്വർഗാവകാശികൾ അവിടെ എത്തുമ്പോൾ ചോദിക്കും, എൻ്റെ കൂടെയുള്ളവർ എവിടെ റബ്ബേ?
അവിടെ അള്ളാഹു പറയപ്പെടുന്ന ഒരു കാര്യം, നമുക്കൊക്കെ അവിടെ ശുപാർശ ചെയ്യാനുള്ള ശഫാഅത്തിനുള്ള അവകാശമുണ്ട്. വിശ്വാസികളാണെങ്കിൽ അള്ളാഹു പറയും, നരകത്തിൽ പോയിട്ട് 1 ദിനാറിൻ്റെ തൂക്കം ഈമാനുള്ളവരെ നിങ്ങൾ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവരൂ എന്ന്. അങ്ങനെ മനുഷ്യർ പോകുക, വിശ്വാസികൾ, സ്വർഗവാസികൾ. അവിടെ ചെല്ലുമ്പോൾ നെഞ്ചറ്റവും അരയറ്റവും കാൽപാദവും ഒക്കെ നരകത്തിൽ പൂണ്ടു നിൽക്കുന്ന മനുഷ്യരെ, യാതനകളും വേദനകളും അനുഭവിക്കുന്ന മനുഷ്യരിൽ നിന്നും 1 ദിനാറിൻ്റെ തൂക്കം ഈമാനുള്ളവരെ തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നീടും അള്ളാഹുവിൻ്റെ നിർദ്ദേശം 1/2 ദിനാറിൻ്റെ തൂക്കമുള്ളവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന്. വീണ്ടും അവർ കടന്നു പോകുന്നു. വീണ്ടും ഒരുപാട് ശിക്ഷകൾക്ക് ശേഷം അവരുടെ മോചനം സാധ്യമാകുന്നു. അവരെയും തിരിച്ചു കൊണ്ടുവരപ്പെടുന്നു. പിന്നീട് അമ്പിയാക്കളുടെയും ഒക്കെ മുർസലീങ്ങളുടെയും ഒക്കെ ശുപാർശകളുണ്ട്. എല്ലാത്തിൻ്റെയും ശേഷം അള്ളാഹുവിൻ്റെ ഒരു വർത്തമാനമുണ്ട്. തൗഹീദുള്ള മുവഹിദുകളായ മുജാഹിദിന്റെ MGM-ന്റെ പ്രവർത്തകരെ അറിഞ്ഞുകൊള്ളുക നമുക്ക് ലഭിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അവസാനം അള്ളാഹു പറയുന്ന ഒരു വർത്തമാനം, ഇനി എൻ്റെ ഊഴമാണ്, അള്ളാഹുവിൻ്റെ ഊഴമാണ്. അള്ളാഹു നരകത്തിൽ നിന്നൊരു പിടുത്തങ്ങട്ട് പിടിക്കുമെന്നാണ്. അതിൽ നിന്നും അണുമണി തൂക്കം ഈമാനുള്ളവർ, ഒരിക്കലും ശിർക്ക് ചെയ്യാതെ ജീവിച്ച, എന്നാൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവർ പോലും അതിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തപ്പെടുമെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. നരകത്തെക്കുറിച്ച് പറയുന്നു, അവിടെ മനുഷ്യർ വെന്ത് മരിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. നരകത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, സുമ്മലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതവുമില്ല, മരണവുമില്ല. നരകവാസികളായ മനുഷ്യരുടെ അവസ്ഥ എന്താ? അവരുടെ ശരീരത്തിന്റെ രൂപം എന്താ? റസൂലുള്ള പറയുന്നു, ഒരു ഷോൾഡറിൽ നിന്ന് മറ്റൊരു ഷോൾഡറിലേക്ക് നടക്കണമെങ്കിൽ 3 മാസത്തെ വഴി ദൂരമുണ്ട് എന്ന്. ഉഹദ് മല പോലെ തേറ്റപ്പല്ലുകളുള്ള ഭീമാകാരന്മാരായ മനുഷ്യര് വെന്തുരുകി മരണമെന്ന് കൊതിക്കുന്ന നിമിഷത്തില് അത്രത്തോളം ശരീരം വീണ്ടും നൽകപ്പെടുന്ന നരകത്തില് ഒരു വിഭാഗം മനുഷ്യർ മാത്രം മരിച്ചു പോകുന്നു, കരിക്കട്ടകളായിത്തീരുന്നു. അത്ഭുതാണല്ലേ? അവിടെ വിളിച്ചു പറയപ്പെടും, ആ കരിക്കട്ടകൾ പെറുക്കിക്കൂട്ടാൻ മലായിക്കത്തുകൾ വന്ന് അതെല്ലാം പെറുക്കിയിട്ട് ചുമടേറ്റിക്കൊണ്ട് മാഉൽ ഹയാത്തിലേക്ക് യാത്ര ചെയ്യും. അവിടെ മുക്കുമ്പോൾ റസൂലുള്ള പറയാ, ചീര മുളച്ചു പൊന്തും പോലെ മനുഷ്യരതിൽ നിന്നിട്ട് പൊന്തി വരുമെന്നാണ്. ആ മരിച്ച മനുഷ്യര് പിന്നെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് പിന്നൊരു യാത്ര എവിടേക്കാണ്? സ്വർഗത്തിലേക്ക്. അതൊക്കെ പറയുമ്പോൾ സിമ്പിളാല്ലേ? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താ, തെറ്റ് പാപങ്ങൾ ചെയ്താലെന്താ, തൗഹീദ് ഉണ്ടെങ്കിൽ 2 രക്ഷപ്പെടുമല്ലോ. ആ മരിച്ച് കരിക്കട്ടയാവുന്നത് വരെ നരകത്തിൽ കിടന്നതിൻ്റെ യാതന, അതിൻ്റെ ഏറ്റവും ചെറിയ അംശം പോലും ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യനും ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ല. സാധ്യമല്ല കേട്ടോ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടു ആ മനുഷ്യരും. പിന്നീട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട്. സ്വർഗത്തിലെ തൗഹീദുള്ള സകലമാന മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം, ഇനി ഞങ്ങൾക്ക് വല്ലതും വേണോ? വല്ലാത്തൊരു നിമിഷമാണത്. അപ്പോൾ നമ്മൾ പറയോത്ര അള്ളാഹുവോട്, റബ്ബേ ഞങ്ങൾക്ക് ഇനി ഒന്നും കൂടുതൽ വേണ്ടട്ടോ. സ്വർഗം ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കല്ലേ നമ്മൾ, ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ചിലരിങ്ങനെ ദർജകൾക്ക് മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്തായാലും ആ ഇരുത്തത്തിൻ്റെ ഒരു പവർ. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തപ്പോൾ ഹൃദയങ്ങൾ നടുങ്ങിയ, ജീവിതത്തിൽ മാറ്റം വരുത്തിയവരൊക്കെ അപ്പോൾ ഉയർന്ന ദർജകളിൽ ഇങ്ങനെ ഇരിക്കുക. അതിൻ്റെ പവർ ഈ സ്റ്റേജുമിലും ഇതിനേക്കാളും മുതിർന്ന സ്റ്റേജുമിലും ഇരിക്കുമ്പോഴൊന്നും കിട്ടൂല. ഇതൊന്നും ഒരു പവറേ അല്ല കേട്ടോ, അവിടെ ഇരിക്കണത് ആ പവർ തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരോട് അള്ളാഹ് ചോദിക്കുന്നു, ഇനി വല്ലതും വേണോ? മനുഷ്യർ പറയും, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനി കൂടുതലൊന്നും വേണ്ട കേട്ടോ. കാരണം നീ ഞങ്ങളുടെ മുഖത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചില്ലേ, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകിയില്ലേ, നീ ഞങ്ങളുടെ മുഖത്തെ വെളുപ്പിച്ചില്ലേ, ഇനി കൂടുതലൊന്നും വേണ്ട എന്ന് പറയുന്ന നിമിഷത്തില് അള്ളാഹു അവൻ്റെ ഹിജാബിനെങ്ങനെ നീക്കുന്നതാണ്. ഹിജാബിനെ നീക്കിക്കളയുമ്പോൾ അള്ളാഹുവിനെ നേർക്കുനേർ കൺപാർക്കാൻ വിശ്വാസികൾക്ക് അനുഗ്രഹം ലഭിക്കപ്പെടുന്ന വല്ലാത്തൊരു നിമിഷം, അള്ളാഹുവിനെ നേരിട്ട് കാണുന്ന നിമിഷം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അതിനേക്കാളും മികച്ച ഒരു അനുഭവം മനുഷ്യനുണ്ടാവുകയില്ല എന്ന്. അതിനേക്കാളും സന്തോഷം നൽകുന്നൊരു അനുഭവം മനുഷ്യന് ഇഹത്തിലോ പരത്തിലോ വേറെ ഉണ്ടാവുകയില്ല എന്ന്. ഇതാണ് പരലോകത്ത് ലഭിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മളിൽ മാറ്റമുണ്ടാകണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തിരുത്താനുള്ള ഒരു ആർജവും, അള്ളാഹുവിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ആർജവും, അള്ളാഹുവിൻ്റെ ഇഷ്ടം കാക്ഷിച്ചുകൊണ്ട് നന്മകളിൽ വ്യാപൃതരാകാനുള്ള ഒരു ആർജവും, അതോടൊപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മനുഷ്യനായിട്ട് മാറുക. ഒരിക്കലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കും നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുറപ്പ് വരുത്തുക നിർബന്ധമാണ്.
എന്നെക്കൊണ്ടൊരാൾക്കും പ്രയാസമില്ല എന്ന് ഉറപ്പ് വരുത്തുക. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുക. എല്ലാവരോടുള്ള പകയും വിദ്വേഷവും എല്ലാം മായ്ച്ചു കളയുക. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും ശ്രേഷ്ഠ ഗുണം. എന്നിട്ട് അള്ളാഹുവോട് സദാ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നമ്മുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കൂല. അപ്പം മനസ്സിൽ അള്ളാഹു സക്കീനത്ത് ഇറക്കി തരും. എപ്പോഴും ശാന്തിയായിരിക്കും, എപ്പോഴും സമാധാനമായിരിക്കും. ആ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുമ്പോൾ കിട്ടുന്ന സമാധാനത്തിൻ്റെ ചെറിയ അംശങ്ങൾ ഭൂമിയിൽ തന്നെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാം നമുക്ക് ഏതവസരത്തിലും ഏത് കുടുംബസ്ഥതയിലും നമുക്ക് ലഭിക്കപ്പെടും. എവിടെയും നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കണം. നമുക്ക് ദുആ ചെയ്യണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഈ കാലഘട്ടത്തിൽ പടച്ചവനെ, എൻ്റെ മക്കൾ വളരെ മോശകരമായ സാഹചര്യത്തിൽ ജീവിക്കുകയാണ്, അവരെ നീ ഏറ്റവും ഉത്കൃഷ്ടരായ മക്കളാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഇപ്രകാരം ഒരു വ്യക്തിത്വം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. അള്ളാഹുവേ, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തൊരു പാവപ്പെട്ട പെണ്ണാണ് ഞാൻ, അള്ളാഹുവേ നീ എന്നെ സ്നേഹിക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹവും അടിയാറുകളുടെ സ്നേഹവും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ സ്നേഹവും നമുക്ക് ലഭിക്കപ്പെടും. അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, സമാധാനം അനുഭവിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളിവിടെ പറഞ്ഞത് അത് തന്നെയാണ്. അവരെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് വേവലാതിയാണ്. ഒരുപാട് ദുഷിപ്പുകളും ദുർമാർഗങ്ങളും നിറഞ്ഞ സമൂഹത്തിലാണ് ഞങ്ങളുടെ പൊന്നുമക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ, ഞങ്ങൾ നിന്നോട് പ്രത്യേകമായി ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സൽപ്പാന്താവിൽ കാലുറപ്പിച്ച് നിർത്തേണമേ റബ്ബേ. ഒരു നിമിഷം പോലും അവരെ പ്രതി സങ്കടമോ നഷ്ടമോ കഷ്ടമോ അനുഭവിക്കാതെ നീ ഞങ്ങളെ പ്രത്യേകം കാത്തുരക്ഷിക്കണമേ റബ്ബേ. അവരെ പ്രതി എപ്പോഴും സന്തോഷവും സമാധാനവും അനുഭവിക്കാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഇഹത്തിലും പരത്തിലും അവരെ നീ ഞങ്ങൾക്ക് കൺകുളിർമയാക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ദീനിൻ്റെ വക്താക്കളായി ഞങ്ങളുടെ മക്കൾ ഉയരണമെന്ന്, അതിൻ്റെ പ്രബോധകരായി ഞങ്ങളുടെ മക്കൾ ഉയരണമെന്ന്. അള്ളാഹുവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ച് തരികയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുകയും ചെയ്യണമേ റബ്ബേ. നാളെ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ, ശ്വാസമടങ്ങി നിശ്ചലമായി കിടക്കുമ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് റബ്ബേ, ഞങ്ങളുടെ മുൻപിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ മയ്യത്ത് നമസ്കരിക്കണമെന്ന്. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന പൊന്നോമന മക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. നിൻ്റെ ഖബറിലേക്ക് ബർസഖി ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ആ ഏകാന്തതയിലും ഞങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന സൗഭാഗ്യങ്ങളാണ് ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനകളെന്നറിയാം. അള്ളാഹുവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചവരാണ് റബ്ബേ. അവർ നൽകിയ സ്നേഹത്തിന് പകരം തിരിച്ചെന്തു കൊടുത്തു എന്ന് ഞങ്ങൾക്കറിയില്ല. എപ്പോഴെങ്കിലും ഞങ്ങളുടെ വാക്കുകളോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോ മൂലം അവർക്ക് വേദനിച്ചോ എന്നുപോലും ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാരെ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ നെഞ്ചകം നേറുന്നുണ്ട്. സർവാധിനാഥനായ റബ്ബേ, ഈ പാതയിൽ ഞങ്ങളെ വളർത്തിയ, ദീനിൻ്റെ നന്മകൾ ഞങ്ങൾക്ക് പകർന്നു നൽകിയ, അതിരില്ലാത്ത കാരുണ്യവും വാത്സല്യവും ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഉമ്മ ബാപ്പമാരെ നീ നിൻ്റെ പരമമായ സ്നേഹം കൊണ്ട് അനുഗ്രഹിക്കണമേ റബ്ബേ. ഒരു വേദനയുമില്ലാതെ ആ ലോകത്ത് ജീവിക്കാനും നാളെ ബർസഖി ലോകത്ത് നിൻ്റെ ഉന്നതമായ ശ്രേഷ്ഠരായ ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗീയ വാതിലുകൾ തുറക്കപ്പെട്ടവരായി ബർസഖി ലോകത്ത് ജീവിക്കാനും അവർക്ക് നീ ഭാഗ്യം നൽകണമേ തമ്പുരാനെ. അവർ ഞങ്ങളെ സ്നേഹിച്ചതിന് പകരം അള്ളാഹുവേ, നിൻ്റെ നിറഞ്ഞ സ്നേഹം അവർക്ക് നൽകണമേ റബ്ബേ. അവർ ഞങ്ങളോട് കാരുണ്യം ചെയ്തതിന് പകരം അള്ളാഹുവേ, നിൻ്റെ അതിരുകളില്ലാത്ത കാരുണ്യം നീ അവർക്ക് പകർന്നു നൽകണമേ റബ്ബേ. അവർക്ക് വേണ്ടി ഉന്നതമായ പ്രാർത്ഥനകൾ കരുതി വെക്കാൻ കഴിയുന്ന മക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തണമേ റബ്ബേ. നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോൾ അവർ അഭിമാനത്തോടെ ഞങ്ങളെ ആലിംഗനം ചെയ്യുന്ന രൂപത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിമിത്തം സ്വർഗത്തിൽ നീ അവർക്ക് ദറജകൾ വർദ്ധിപ്പിച്ച് നൽകണമേ റബ്ബേ. അള്ളാഹുവേ, നിൻ്റെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ സ്വർഗനരകത്തിന് നിദാനമാക്കപ്പെടുന്നത് ഇണയുമായിട്ടുള്ള സമ്പർക്കമാണ് എന്ന്. അള്ളാഹുവേ, വാക്കുകൾ പതറിപ്പോകാറുണ്ട്, എപ്പോഴൊക്കെയോ ഞങ്ങളുടെ പെരുമാറ്റങ്ങളിൽ അപാകതകൾ ഉണ്ടാകാറുണ്ട്, ഇഷ്ടക്കേടുകൾ പരസ്പരം പലപ്പോഴും സംഭവിച്ചു പോകാറുണ്ട്. അള്ളാഹുവേ, അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങൾ നിന്നോട് പ്രത്യേകം ചോദിക്കുന്നു റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഇടയിൽ നീ സമൃദ്ധമായ സ്നേഹം ഉണ്ടാക്കി തരണമേ റബ്ബേ. ആ സ്നേഹത്തിൻ്റെ നിറവ് ഞങ്ങളുടെ മക്കളിലേക്ക് പോലും പകർന്നു നൽകാൻ കഴിയുന്ന രൂപത്തിൽ മാതൃകാ ദമ്പതികളാക്കി ഞങ്ങളെ നീ ഉയർത്തണമേ തമ്പുരാനെ.
ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാം നിന്നിൽ ഭരമേൽപ്പിച്ച് സ്വസ്ഥമാകുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീ മായ്ച്ചു കളയണമേ റബ്ബേ. ഞങ്ങളുടെ വേദനകളെല്ലാം നീ ദൂരീകരിക്കണമേ റബ്ബേ. തൽസ്ഥാനത്ത് നീ സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കി തരണമേ റബ്ബേ. അള്ളാഹുവേ, നരകശിക്ഷയും ഖബർ ശിക്ഷയും മറന്ന് ജീവിക്കുന്ന ഒരു നിമിഷം പോലും നീ ഞങ്ങളിൽ ഉണ്ടാക്കല്ല റബ്ബേ. അവ രണ്ടിനെക്കുറിച്ചുമുള്ള ഭയപ്പാടുകൾ നിമിത്തം തിന്മകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഈമാനിൻ്റെ ഇസ്സത്ത് നൽകണമേ റബ്ബേ. ആ രണ്ട് കഠിന ശിക്ഷകളെ സംബന്ധിച്ചും നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ നാഥ, അതിവിദൂരമാക്കണേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങൾക്ക് നീ ഇടം നൽകണമേ റബ്ബേ. പറയപ്പെട്ടതുപോലെ നാളെ അവസാനത്തെ നിമിഷത്തിൽ എല്ലാ സ്വർഗീയ അനുഭൂതികളും അനുഗ്രഹങ്ങളും അനുഭവിക്കുന്ന നിമിഷത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള പരമമായ ഭാഗ്യം, അതോർത്തുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാനുള്ളൊരു മോഹം, ആ കൊതി ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മരണത്തിൻ്റെ നിമിഷത്തെ കടന്നു പോകാനുള്ള ഭാഗ്യം, അതെല്ലാം തന്നു നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വ അജിർ വാലിദൈനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.